പോയാലും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ആരോടും പറയരുത്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ സാമ്രാജ്യങ്ങൾ പൊടിമണ്ണായി മാറിയിട്ടുണ്ട്. അധികാരത്തിന്റെ കൊടുമുടികൾ ഇടിഞ്ഞു വീഴുന്നതിനും ആത്മാവെന്നു കരുതിയ സൗഹൃദങ്ങൾ ചതിയുടെ കടാരയിൽ പിടഞ്ഞു വീഴുന്നതിനും കാലം സാക്ഷിയാണ്. ഈ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു സത്യമുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും അവന്റെ നാവാണ്. മൗനം കൊണ്ട് സർവകാര്യങ്ങളും സാധിക്കാം. എന്നാൽ നീതിശാസ്ത്രത്തിൽ പറയുന്നു, നമ്മുടെ വാക്കിന്റെ ശക്തിയെക്കുറിച്ച് അറിയാത്തവരാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ സർവനാശത്തിന് കാരണമായേക്കാം. ഒരു സാധാരണ ഇടയനായിരുന്ന ചന്ദ്രഗുപ്തനെ മഗധയുടെ ചക്രവർത്തിയാക്കിയത് വാക്കുകളുടെ തന്ത്രപരമായ ഉപയോഗം കൊണ്ടാണ്. അതുപോലെ ഒരു വാക്കിന്റെ പിഴവ് മതി ഒരു സാമ്രാജ്യത്തെ ചാരമാക്കാൻ. പൂർവികർ പറയുന്നു, ചിന്തിച്ചു സംസാരിക്കുന്നവന് ആപത്തുണ്ടാവില്ല. എന്നാൽ എന്തൊക്കെയാണ് നാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കേണ്ടത്? എന്തൊക്കെ രഹസ്യങ്ങളാണ് നമ്മുടെ ശക്തിയുടെയും സുരക്ഷയുടെയും താക്കോൽ? ജീവിതമാകുന്ന ക്ഷേത്രത്തിൽ നിങ്ങളുടെ രക്ഷകവചമായി മാറുന്ന ആ 5 രഹസ്യങ്ങൾ തല പോകുന്ന അവസ്ഥ വന്നാൽ പോലും ആരോടും വെളിപ്പെടുത്തരുത്. ഇത് കേവലം ഉപദേശമല്ല, കാലം തെളിയിച്ച ജീവിത പാഠമാണ്. ഒന്നാമതായി ധനം. ധനം കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ കൃത്യമായ കണക്ക് മറ്റൊരാളുമായി തുറന്നു കാട്ടരുത്. ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞാൽ തേനീച്ചകൾ പൂന്തേൻ നുകരാൻ വരുന്നത് പോലെ ആളുകൾ നിങ്ങളെ പൊതിയും. അവരുടെ സ്നേഹപ്രകടനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ സമ്പത്തിനോടുള്ള ആർത്തിയായിരിക്കും. ധനവനായാൽ ബന്ധുക്കളും ശത്രുക്കളാകാം. ദരിദ്രനായാൽ ശത്രുക്കൾ പോലും മിത്രങ്ങളാകാം. നിങ്ങളുടെ സമ്പത്ത് വെറും ബന്ധുക്കളെ മാത്രമല്ല, കള്ളന്മാരെയും ചതിയന്മാരെയും ക്ഷണിച്ചു വരുത്തും. തുറന്നു വെച്ച തേൻകുടം പോലെയാണത്. തേനീച്ചകളെ മാത്രമല്ല, അത് കരടികളെയും ആകർഷിക്കും. നിങ്ങളുടെ ഓരോ ചുവടും അവ നിരീക്ഷിക്കും. നിങ്ങളുടെ സമ്പത്തിൽ കണ്ണുവെച്ച് അവ വലവിരിക്കും. അതുപോലെ നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആരോടും വിലപിക്കരുത്. ദാരിദ്ര്യം ഒരു കുറ്റമല്ല, പക്ഷേ ലോകം ദരിദ്രനെ പുച്ഛത്തോടെ മാത്രമേ കാണുകയുള്ളൂ. ചാണക്യൻ പറയുന്നു, ദാരിദ്ര്യം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള മരണമാണ്. നിങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ സഹതാപമല്ല, അവസരങ്ങളാണ് മറ്റുള്ളവർ കാണുന്നത്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ജോലിയോ പദവിയോ നിങ്ങളുടെ ദാരിദ്ര്യം കാരണം നഷ്ടപ്പെട്ടേക്കാം. ഓട്ടയുള്ള പാത്രത്തിൽ വെള്ളം ശേഖരിക്കാൻ ആരും ശ്രമിക്കില്ല. അതുപോലെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവനെ ആരും വിശ്വസിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കില്ല. നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളുടെ ഉള്ളിൽ മാത്രം എരിയുന്ന കനലായിരിക്കണം. ആ കനൽ ഊതി കത്തിച്ച് പ്രവർത്തിക്കുക. ദാരിദ്ര്യത്തിൽ നിന്നും കരകയറുക, അല്ലാതെ അതിനെക്കുറിച്ച് വിലപിച്ച് സ്വയം ഒരു കാഴ്ച വസ്തു ആവരുത്. രണ്ടാമതായി, നിങ്ങൾ നേരിട്ട അപമാനങ്ങൾ. ജീവിതത്തിൽ അപമാനം നേരിടാത്തവരായി ആരും ഉണ്ടാവില്ല. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടാവാം. ആ മുറിവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു കനലായി എരിഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ആ അപമാനത്തിന്റെ കഥകൾ എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങളുടെ അപമാനത്തിന്റെ കഥകൾ ഉണങ്ങിയ മുറിവ് വീണ്ടും വീണ്ടും ചൊറിയുന്നത് പോലെയാണ്. അത് മുറിവുണങ്ങാൻ അനുവദിക്കില്ല. നിങ്ങൾ എപ്പോഴും ഒരു ഇരയുടെ മാനസിക അവസ്ഥയിൽ തളച്ചിടും. മറ്റൊരാൾ നിങ്ങളുടെ വേദനയെ കുറിച്ച് ഓർക്കുന്നത് സ്വയം മുറിവിൽ സ്വയം മുളക് പുരട്ടുന്നത് പോലെയാണ്. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഈ ദുരനുഭവം മറ്റൊരാളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ അവർക്ക് കൈമാറുകയാണ്. നിങ്ങളെ എന്തു പറഞ്ഞാലാണ് വേദനിപ്പിക്കാമെന്ന് അവർ പഠിച്ചു കഴിഞ്ഞു. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളെ തകർക്കണമെന്ന് തോന്നിയാൽ അവർ ആ പഴയ മുറിവിൽ തന്നെ കുത്തും. അപമാനത്തെ സഹിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്താർജിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ശക്തി. അതിനെക്കുറിച്ച് വിലപിച്ചു നടക്കുന്നത് ബലഹീനതയുടെ ലക്ഷണങ്ങളാണ്. നിങ്ങളെ അപമാനിച്ചവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി
ഈ സംഭവം നിങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന നിങ്ങളുടെ നിശബ്ദതയാണ്. മൂന്നാമതായി, നിങ്ങളുടെ ഭാവി പദ്ധതികൾ. നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടോ? ഒരു പുതിയ സംരംഭം തുടങ്ങാനോ, ഒരു വലിയ യാത്ര പോകാനോ, പുതിയ എന്തെങ്കിലും പഠിക്കാനോ നിങ്ങൾ പദ്ധതിയിടുന്നുണ്ടോ? വളരെ നല്ലതാണ്. ആ പദ്ധതി പൂർണ്ണമായി വിജയിക്കുന്നത് വരെ അതിനെക്കുറിച്ച് ആരോടും വിശദീകരിക്കാതിരിക്കുക. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമെന്ന് കേട്ടിട്ടില്ലേ? വിത്ത് ഭൂമിക്കടിയിൽ രഹസ്യമായി കിടക്കുമ്പോഴാണ് അത് മുളപ്പൊട്ടുന്നത്. അതിനെ ദിവസവും പുറത്തെടുത്ത് എല്ലാവരെയും കാണിച്ചാൽ അത് നശിച്ചു പോകും. അതുപോലെയാണ് നിങ്ങളുടെ പദ്ധതികളും. മനസ്സിനുള്ളിലെ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുന്നതാണ് ബുദ്ധി. പൂർത്തിയാക്കാത്ത പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് അതിൻ്റെ നാശത്തിന് കാരണമാകും. നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വ്യാജ സംതൃപ്തി ലഭിക്കും. അത് പ്രവർത്തിക്കാനുള്ള യഥാർത്ഥ ഊർജത്തെ ഇല്ലാതാക്കുന്നു. വാക്കുകളിൽ ഊർജം പാഴാക്കാതെ പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുടെ സംശയങ്ങളും അസൂയയും നിഷേധാത്മകമായ വാക്കുകളും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയും. ദൃഷ്ടിദോഷമെന്ന് കേട്ടിട്ടില്ലേ? അത് അന്ധവിശ്വാസമല്ല. മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ വാക്കിൽ നിന്നും നോട്ടത്തിൽ നിന്നും നിങ്ങളുടെ ഊർജത്തെ സ്വാധീനിക്കാൻ കഴിയും. സിംഹം ഇരയെ പിടിക്കാൻ പതുങ്ങിയിരിക്കുന്നത് ഭയം കൊണ്ടല്ല, തന്ത്രം കൊണ്ടാണ്. അതുപോലെ നിശബ്ദമായി പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയം ലോകം കാണട്ടെ. ആ വിജയത്തിന്റെ ഇടിമുഴക്കം 1000 വാക്കുകളാൽ ഉച്ചത്തിലുള്ളതായിരിക്കും. നാലാമത്തേത്, നിങ്ങളുടെ കുടുംബത്തിലെ രഹസ്യങ്ങളും കലഹങ്ങളും. കുടുംബം ഒരു കോട്ടയാണ്. ആ കോട്ടയ്ക്കുള്ളിൽ എന്തു നടന്നാലും പുറം ലോകം അറിയരുത്. വീട്ടിലെ ശൈലി പുറത്തു പറഞ്ഞാൽ നാട്ടുകാർക്ക് അതൊരു ഓട്ടപാത്രമാകും. എല്ലാ കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ കലഹങ്ങളും ഉണ്ടാകും. എന്നാൽ ആ രഹസ്യങ്ങൾ 4 ആൾ അറിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ വില ഇല്ലാതാകും. കുടുംബ കലഹം പുറത്തറിയുന്നത് ശത്രുക്കൾക്ക് പോലും കോട്ടയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലെയാണ്. പുറത്തു നിന്നുള്ളവർ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനല്ല ശ്രമിക്കുക, മറിച്ച് എരുതിരിയിൽ എണ്ണൊഴിക്കാനാണ്. അവർ ഒരു പക്ഷം ചേരും, നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്കെതിരാക്കും. ചെറിയൊരു തീപ്പൊരി അവർ കാട്ടുതീയാക്കി മാറ്റും. പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെട്ടാൽ കുടുംബത്തിന്റെ അന്തസ്സ് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ്. ആ കളങ്കം എല്ലാ അംഗങ്ങളെയും ബാധിക്കും. ഒരുമയുണ്ടെങ്കിൽ ഉലയ്ക്കമേലും കിടക്കാം എന്നല്ലേ? ആ ഒരുമയെ തകർക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് കുടുംബ രഹസ്യങ്ങൾ പുറത്തു പറയുന്നത്. പ്രശ്നം എത്ര വലുതാണെങ്കിലും അത് വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കുക. പുറത്തു നിന്നുള്ള ഒരാളെ വീട്ടുകാര്യങ്ങളിൽ വിധികർത്താവാക്കാതിരിക്കുക. അഞ്ചാമതായി, നിങ്ങളുടെ ദൗർലഭ്യങ്ങൾ. ഓരോ മനുഷ്യനും അവൻ്റെതായ ദൗർലഭ്യങ്ങളുണ്ട്. ചിലർക്ക് ചില ആളുകളെ പേടിയായിരിക്കും, ചിലർക്ക് ചില രഹസ്യങ്ങളെ നേരിടാൻ ഭയമായിരിക്കും. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കാൻ ശീലിക്കുക. എന്നാൽ അതൊരു കാരണവശാലും മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു തുറന്ന പാഠപുസ്തകമാക്കരുത്. നിങ്ങളുടെ ദൗർലഭ്യം ഒരു ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. ഒരു കോട്ടയുടെ ഏറ്റവും ബലഹീനമായ ഭാഗം എവിടെയാണെന്ന് ഒരു ശത്രു അറിഞ്ഞാൽ അവർ അവിടെയായിരിക്കും ആക്രമിക്കുക. നിങ്ങളുടെ ബലഹീനത എവിടെയാണെന്ന് ആളുകൾ അറിഞ്ഞാൽ അവിടെ തന്നെ പ്രഹരിച്ച് നിങ്ങളെ തളർത്താൻ ശ്രമിക്കും. വിശ്വസ്തനായ ഒരു ഗുരുവിനോടോ വഴികാട്ടിയോടോ ഉപദേശം തേടുന്നത് തെറ്റല്ല. എന്നാൽ അർഹതയില്ലാത്തവരുടെ മുന്നിൽ നിങ്ങളുടെ ഭയങ്ങളെ തുറന്നു കാട്ടുന്നത് ആത്മഹത്യപരമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ദൗർലഭ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ തിരിച്ചറിവാണ്. എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പിഴവ് അത് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ്. സർപ്പത്തിന് വിഷം പല്ലിലാണ്, തേളിന് വിഷം വാലിലാണ്. എന്നാൽ ദുഷ്ടനായ മനുഷ്യന് സർവാംഗം വിഷമാണ്. അങ്ങനെയുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ഭയങ്ങളെ തുറന്നു കാട്ടുന്നത് ആത്മഹത്യാപരമാണ്. സൂക്ഷിക്കുക. വാക്കുകൾ വിത്തുകളെ പോലെയാണ്. അത് എപ്പോൾ എവിടെ വിതയ്ക്കണമെന്ന് അറിയുന്നവനാണ്
യഥാർത്ഥ കർഷകൻ. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുടെ ചെവിയിൽ വിതറിയാൽ പടർന്നു പന്തലിച്ച് ഒരു വിഷവൃക്ഷമായി മാറിയേക്കാം. അതിൻ്റെ കയ്പേറിയ ഫലം ഭക്ഷിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ചാണക്യൻ പറയുന്നു, ബുദ്ധിമാൻ തൻ്റെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയില്ല. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.